ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഷു ആൻഡ് ശിവ വ്ളോഗ്സ്. ഫ്രണ്ട്സ്, ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇന്ന് ഞങ്ങളുടെ യാത്ര പുനലൂരിലേക്കാണ്, കൊല്ലം ജില്ലയിലുള്ള പുനലൂരിലേക്ക്. രാവിലെ 8:30 കായംകുളം മെമുവിൽ എറണാകുളത്തു നിന്ന് ഞങ്ങളുടെ യാത്ര തുടങ്ങി. കുട്ടീസ് ട്രെയിൻ യാത്ര പൊതുവെ വളരെയധികം എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് പുനലൂർ തൂക്കുപാലം കാണുന്നതിനും ഒപ്പം ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനുമാണ്. കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ നമുക്ക് ഞങ്ങൾ ഒരു കല്യാണത്തിന് പോവാം. അത് മാത്രമല്ല തൂക്കുപാലം കാണാനും. അപ്പോൾ നമുക്ക് യാത്ര കാണാം. ഞങ്ങളുടെ സുന്ദരിക്കുട്ടി പാറു വളരെ ഹാപ്പി ആയിരുന്നു. പാറുവിനാണെങ്കിൽ ട്രെയിനിലെ പുറം കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്തിരിക്കാനാണ് ഇഷ്ടം. പാറുക്കുട്ടി നല്ല ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്ക് അവൾ നല്ല പാട്ടൊക്കെ പാടുന്നത് കാണാൻ പറ്റും. വെരി ഹാപ്പി ഷീ ഈസ്. ട്രെയിനിൽ ഒട്ടും തന്നെ തിരക്കില്ലായിരുന്നു. എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടായിരിക്കാം, ഒട്ടുമേ തിരക്കില്ലായിരുന്നു. ഇഷു പതിവ് പോലെ തന്നെ അവൻ്റെ ഏറ്റവും വലിയ ടൈം പാസ്സായ ഡ്രോയിങ് ആൻഡ് കളറിങ്ങിൽ എൻഗേജ്ഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്റ്റേഷനായ ചെങ്ങന്നൂർ എത്താറായി. ചെങ്ങന്നൂരിനെ പറ്റി പറയുകയാണെങ്കിൽ ശബരിമലയുടെ ഒരു ഇടത്താവളമാണ് ചെങ്ങന്നൂർ. മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് അവിടെ അനുഭവപ്പെട്ടു. പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജ് കേരളത്തിലെ കൊല്ലം ജില്ലയിലെ പുനലൂരിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ഒരു പാലമാണ്. 1877 ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ പാലം കേരളത്തിലെ ആദ്യ സസ്പെൻഷൻ ബ്രിഡ്ജായും അറിയപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരണാധികാരികൾ ഒരു വലിയ വ്യാപാര കേന്ദ്രമായ പുനലൂരിൽ ഒരു ദൃഢമായ പാലം നിർമ്മിക്കാൻ പദ്ധതിയിട്ടു. അതിൻ്റെ ഭാഗമായി സ്കോട്ട്ലൻഡുകാരനായ ആൽബർട്ട് ഹെൻറി എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഈ പാലം നിർമ്മിക്കപ്പെട്ടു. പുനലൂർ പാലം ഇരുമ്പു ചരളുകളും കേബിളുകളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം കുതിരകളും വാഹനങ്ങളും കടത്താൻ ഒരു സ്ഥിരമായ സംവിധാനം ഒരുക്കുക എന്നതായിരുന്നു. പാലത്തിൻ്റെ നീളം ഏകദേശം 122 മീറ്ററാണ്. പാലത്തിൻ്റെ പ്രധാന പ്രത്യേകത അതിൻ്റെ കുലുങ്ങുന്ന ഘടനയായിരുന്നു. ഇത് കന്നുകാലികൾ കടക്കുന്നത് തടയുന്നതിനായി ഇങ്ങനെ രൂപകൽപ്പന ചെയ്തിരുന്നതാണ്. പാലം വെയർ റോപ്പ് സസ്പെൻഷൻ സാങ്കേതികവിദ്യയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. പുതിയ കോൺക്രീറ്റ് പാലങ്ങൾ നിർമ്മിച്ചതോടെ പഴയ സസ്പെൻഷൻ ബ്രിഡ്ജ് വാഹനം കടത്തുന്നതിനായി ഉപയോഗിക്കുന്നത് അവസാനിച്ചു. 1990കളിൽ പാലം സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കുകയും ടൂറിസത്തിന് പ്രാധാന്യമുള്ള ഒരിടമായി മാറ്റുകയും ചെയ്തു. ഇന്ന് പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജ് ഒരു ചരിത്ര സ്മാരകമായി നിലകൊള്ളുന്നു. പഴയ ബ്രിട്ടീഷ് കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മയായും അതുപോലെ തന്നെ ഒരു പ്രാദേശിക ആകർഷണമായും ഇതിന്ന് നിലനിൽക്കുന്നു. പാലത്തിൻ്റെ 4 മൂലകളിലായിട്ട് 4 കിണറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ കിണറിലേക്കും പാലത്തിനെ താങ്ങി നിർത്തുന്നതിനായിട്ട് ഓരോ ആങ്കർ വീതം കൊളുത്തിയിട്ടിട്ടുമുണ്ട്. ഈ കർമ്മം നിർവഹിച്ചവർ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നൊരു കെട്ടുകഥ നമുക്ക് കേൾക്കാം. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം നേരെ ഞങ്ങൾ പോയത് ഒരു മാരേജ് റിസപ്ഷൻ പങ്കെടുക്കാനായിരുന്നു. ഹസ്ബൻഡിൻ്റെ കൊളീഗിൻ്റെ മാരേജ് റിസപ്ഷനായിരുന്നു.